Good morning. നമ്മൾ കഴിഞ്ഞ ദിവസം കംപ്ലീറ്റ് മെട്രിക് സ്പേസ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തിരുന്നു. കംപ്ലീറ്റ് എന്ന് വെച്ചാൽ എവറി കോഷി സീക്വൻസ് ഓൺ ദാറ്റ് സീക്വൻസ് വിൽ ബി കൺവേർജൻറ്റ് ഓൺ ദാറ്റ് സ്പേസ് വിൽ ബി കൺവേർജൻറ്റ് ഇൻ ദാറ്റ് സ്പേസ്. കോഷി സീക്വൻസിനെല്ലാം ആ സ്പേസിൽ ഒരു ലിമിറ്റ് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള സ്പേസുകളെയാണ് മെട്രിക് സ്പേസിനെയാണ് കംപ്ലീറ്റ് മെട്രിക് സ്പേസ് എന്ന് പറയുന്നത്. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ചില റിസൾട്ടുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കതിൻ്റെ പ്രൂഫും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. പ്രൂഫ് ഡിസ്കസ് ചെയ്യാതെ വിട്ടുപോയത്. അപ്പോൾ കംപ്ലീറ്റ് സബ് സ്പേസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എ സബ് സ്പേസ് എം ഓഫ് എ കംപ്ലീറ്റ് മെട്രിക് സ്പേസ് എക്സ് ഈസ് കംപ്ലീറ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദ സെറ്റ് എം ഈസ് ക്ലോസ്ഡ് ഇൻ എക്സ്. അപ്പോൾ ഒരു കംപ്ലീറ്റ് മെട്രിക് സ്പേസിൻ്റെ സബ് സ്പേസ് കംപ്ലീറ്റ് ആവണമെങ്കിൽ അത് ക്ലോസ്ഡ് ആയിരിക്കണം. ക്ലോസ്ഡ് ആണെങ്കിൽ കംപ്ലീറ്റും ആയിരിക്കും. ഓക്കെ, അപ്പം രണ്ട് സൈഡിലും പ്രൂവ് ചെയ്യാനുണ്ട്. ആദ്യം ലെറ്റ് എം ബി എ കംപ്ലീറ്റ് സബ്സെറ്റ് ആയിട്ടുള്ള അതിൻ്റെ എക്സ് എന്നുള്ള വെക്ടർ സ്പേസിൻ്റെ മെട്രിക് സ്പേസിൻ്റെ ഒരു സബ്സെറ്റാണ് എം. അത് കംപ്ലീറ്റ് ആണെന്ന് അസ്യൂം ചെയ്യുക. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അത് ക്ലോസ്ഡ് ആണെന്നാണ്. അപ്പോൾ അതിൽ കൊടുത്തിട്ടുള്ളത് ഇതിന് മുമ്പുള്ള റിസൾട്ട് നോക്കിയാൽ അറിയാം. ഫോർ എവറി എക്സ് ബിലോങ്സ് ടു എം ബാർ എന്ന് പറയുന്നത് ക്ലോഷർ, ദാറ്റ് ഈസ് എം യൂണിയൻ അക്യുമുലേഷൻ പോയിൻറ്റ്സ്, അതിനെയാണ് എം ബാർ എന്ന് പറയുന്നത്. ഇഫ് എക്സ് ബിലോങ്സ് ടു എം ബാർ ദെൻ ദർ എക്സിസ്റ്റ് എ സീക്വൻസ് എക്സ് എൻ ഇൻ എം വിച്ച് കൺവേർജസ് ടു എക്സ് എന്നുള്ളത് മുമ്പുള്ള റിസൾട്ടിൽ നിന്ന് നമുക്ക് കിട്ടും. സിൻസ് എക്സ് എൻ ഈസ് എ കോഷി സീക്വൻസ് ബൈ റിസൾട്ട്, അതായത് എവറി കൺവേർജൻറ്റ് സീക്വൻസ് ഈസ് കോഷി എന്നുള്ളത് മുമ്പ് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എക്സ് എൻ എന്നുള്ളൊരു സീക്വൻസ് എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്നതായിട്ട് കിട്ടുമെന്ന് പറഞ്ഞാൽ അതൊരു കൺവേർജൻറ്റ് സീക്വൻസ് ആണ്. അതുകൊണ്ട് തന്നെ അത് കോഷി സീക്വൻസ് ആണ്. ഇനി നമ്മൾ അസ്യൂം ചെയ്തിട്ടുള്ള കാര്യം എക്സ് കോഷി സീക്വൻസ് ആണെന്നുള്ളതാണ്. അപ്പോൾ എമ്മിലെ ഒരു കോഷി സീക്വൻസ് എന്ന് വെച്ചാൽ അത് എക്സിലെയും ഒരു കോഷി സീക്വൻസ് ആണ്. അതുകൊണ്ട് എം കംപ്ലീറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ എം കംപ്ലീറ്റ് ആയതുകൊണ്ട് എമ്മിനകത്തുള്ള ഒരു കോഷി സീക്വൻസ് കൺവേർജൻ്റ് ആണ്, ഇൻ എം ആയിരിക്കും. കൺവേർജൻറ്റ് ഇൻ എം, കൺവേർജൻ്റ് എന്ന് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. കൺവേർജൻറ്റ് ഇൻ എം ആയിരിക്കും. സോ നമ്മൾ അസ്യൂം ചെയ്ത എം ബാറിലുള്ള ഒരു ആർബിട്രറി എക്സ് എടുത്താൽ ദാറ്റ്സ് ഓൾസോ ബിലോങ്സ് ടു എക്സ്. ഹെൻസ് എം ബാർ ഈസ് എ സബ്സെറ്റ് ഓഫ് എം. നമുക്ക് ഓൾറെഡി അറിയാം എം യൂണിയൻ അക്യുമുലേഷൻ പോയിൻ്റ് ആണ് എം ബാർ. അപ്പോൾ എം ഈസ് ഓൾവേസ് എ സബ്സെറ്റ് ഓഫ് എം ബാർ. സോ എം ബാർ ഈക്വൽ ടു എം. എപ്പോഴാണ് ഒരു സെറ്റ് ക്ലോസ്ഡ് ആവുക? ഇഫ് ഇറ്റ്സ് ക്ലോഷർ ഈസ് ദാറ്റ് ഇറ്റ് സെൽഫ്, അത് ക്ലോസ്ഡ് എന്ന് പറയാം. സോ വെനെവർ എം ഈസ് എ കംപ്ലീറ്റ് സബ്സ്പേസ് ദെൻ ഇറ്റ് ഈസ് എ ക്ലോസ്ഡ് സബ്സെറ്റ് ഓഫ് എക്സ്. ഓക്കെ, കോൺവേഴ്സ് ആയിട്ട് നമ്മൾ ഇനി അസ്യൂം ചെയ്യാൻ പോകുന്നത് എം ബി എ ക്ലോസ്ഡ് സെറ്റ് ആൻഡ് അസ്യൂം ദാറ്റ് എക്സ് എൻ ബി എ കോഷി സീക്വൻസ് ഇൻ എം. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എം കംപ്ലീറ്റ് ആണെന്നാണ്. അപ്പോൾ അതൊരു കോഷി സീക്വൻസ്, ഒരു ആർബിട്രറി ആയിട്ടുള്ള കോഷി സീക്വൻസ് എക്സ് എൻ എടുത്തു, അത് കൺവേർജൻറ്റ് ഇൻ എം ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ ഇത് എക്സ് എൻ ഈസ് എ കോഷി സീക്വൻസ് ഇൻ എം ആണ്, ബട്ട് എം ഈസ് എ സബ്സെറ്റ് ഓഫ് എക്സ്. സോ ഇറ്റ് ഈസ് കൺവേർജൻറ്റ് ഇൻ എക്സ്. കാരണം എക്സ് കംപ്ലീറ്റ് എന്ന് അസ്യൂം ചെയ്തിട്ടുണ്ട്. എക്സിലുള്ളൊരു കോഷി സീക്വൻസ് എക്സിൽ കൺവേർജൻ്റ് ആയിരിക്കും. റീസൺ it is complete, which implies that x belongs to m by, so എക്സിലുള്ളൊരു കോഷി സീക്വൻസ് ആണ്, എക്സ് എൻ കൺവേർജസ് ടു എക്സ് ആണ്. ഇനി എക്സ് ബിലോങ്സ് ടു എം ആയിരിക്കും. കാരണം എന്താ? എം ക്ലോസ്ഡ് ആണ്. ഒരു ക്ലോസ്ഡ് സെറ്റിൽ ഉള്ള എലമെൻറ്റ്സ് എല്ലാം വി ഹാവ് എം ഈക്വൽ ടു എം ബാർ. ഇതിൽ ഒരു ക്ലോസ്ഡ് സെറ്റിലൊരു സീക്വൻസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ലിമിറ്റ് എമ്മിലോ അല്ലെങ്കിൽ എം ബാറിലോ ഉണ്ടാവും. അറ്റ്ലീസ്റ്റ് എം ബാറിലുണ്ടാവും. നമുക്ക് എം ക്ലോസ്ഡ് ആയതുകൊണ്ട് അത് എമ്മിൽ തന്നെ ഉണ്ടാവുമെന്ന് ക്ലെയിം ചെയ്യാം. അതുകൊണ്ട് സിൻസ് എം ഈക്വൽ ടു എം ബാർ അത് കൊടുത്തിട്ടുണ്ട്. ഹെൻസ് എനി ആർബിട്രറി കോഷി സീക്വൻസ് എക്സ് എൻ ഇൻ എം വിൽ കൺവേർജ് ഇൻ എം. ദെർഫോർ എം ഈസ് എ കംപ്ലീറ്റ് സബ്സ്പേസ്. ഒരു കംപ്ലീറ്റ് മെട്രിക് സ്പേസ് ആണ്. സബ്സെറ്റും കൂടെ ആയതുകൊണ്ട് കംപ്ലീറ്റ് സബ് സ്പേസ് ആണെന്ന് പറയും. ഓക്കെ, നിങ്ങളത് വായിച്ച് നോക്കണം. ഓരോ സ്റ്റെപ്പും ഒരു സ്റ്റെപ്പിൽ നിന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് എങ്ങനെ പോകുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ദെൻ മറ്റൊരു റിസൾട്ടായിരുന്നു
കണ്ടിന്യൂസ് മാപ്പിംഗ്. ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു ഫങ്ഷൻ മാപ്പിംഗ് കണ്ടിന്യൂസ് ആവാനുള്ള ഒരു കണ്ടീഷൻ. എപ്പോഴാണ് കണ്ടിന്യൂസ് ആവുക എന്ന് പറയാം. ഇപ്പോൾ ഒരു ഫങ്ഷൻ കണ്ടിന്യൂസ് ആണ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് സാറ്റിസ്ഫൈസ് വെനെവർ എ സീക്വൻസ് എക്സ് n ടെൻസ് ടു എക്സ് നോട്ട് ഇംപ്ലൈസ് ടി എക്സ് n ടെൻസ് ടു ടി എക്സ് നോട്ട് എന്നുള്ള ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ കണ്ടിന്യൂസ് ആണ്. സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ കണ്ടിന്യൂസ് ആവില്ല. ഇതാണ് ഈ റിസൾട്ട് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൂഫ് ആദ്യം ടി കണ്ടിന്യൂസ് ആണെന്ന് അസ്യൂം ചെയ്യുക. അസ്യൂം ദാറ്റ് ടി ടു ബി എ കണ്ടിന്യൂസ് അറ്റ് എ പോയിൻറ്റ് എക്സ് നോട്ട്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് വെനെവർ എക്സ് n ടെൻസ് ടു എക്സ് നോട്ട് ടി ഓഫ് എക്സ് n ഓൾസോ വിൽ ടെൻസ് ടു എക്സ് നോട്ട് എന്നാണ്. അപ്പോൾ നമുക്ക് അസ്യൂം ചെയ്യുക കൂടെ ചെയ്യാം. സോ കണ്ടിന്യൂസ് ആണെന്ന് അസ്യൂം ചെയ്തിട്ടുണ്ട്. കണ്ടിന്യൂസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും? ഫോർ എവറി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0. കണ്ടിന്യൂസിൻ്റെ ഡെഫിനേഷൻ നോക്കുക. വെനെവർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് എക്സ് നോട്ട് ലെസ് ദാൻ ഡെൽറ്റ വിൽ ഗെറ്റ് distance between tx and tx naught is less than epsilon. This is the definition for continuity. Okay. Then നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇനി കണ്ടിന്യൂസ് ആണെന്ന് അസ്യൂം ചെയ്തു. കണ്ടിന്യൂസ് ആണെങ്കിൽ വെനെവർ എക്സ് n ടെൻസ് ടു എക്സ് നോട്ട് ടി ഓഫ് എക്സ് n ഓൾസോ വിൽ ടെൻസ് ടു ടി ഓഫ് എക്സ് നോട്ട് എന്നാണ്. അപ്പോൾ എക്സ് n ടെൻസ് ടു എക്സ് നോട്ട് എന്ന് അസ്യൂം ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് there exists a natural number n such that for all n greater than n d of xn x naught will less than delta. അപ്പോൾ എക്സ് n x naught ലേക്ക് ടെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡെഫിനിഷൻ പ്രകാരം ഫോർ എവറി there exists a natural number n such that for every n greater than n distance between xn and x naught ഒരു സീക്വൻസിൽ ഒരു ഈ എക്സ് നോട്ടിൻ്റെ ഒരു നൈബർഹുഡിലായിരിക്കും ഈ സീക്വൻസിൻ്റെ ഓൾ പോയിൻറ്റ്സ് എക്സെപ്റ്റ് എ ഫൈനൈറ്റ് വൺ. അതായത് ഒരു n വരെയുള്ള എണ്ണം മാത്രമേ അതിന് പുറത്തുണ്ടാവുള്ളൂ. എന്നിന് ശേഷമുള്ള ബാക്കിയെല്ലാം അതിൻ്റെ ഈ എപ്സിലോൺ നൈബർഹുഡിലായിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഡെഫിനിഷൻ. ഓക്കെ, അപ്പോൾ അതുപയോഗിച്ചിട്ട് വിൽ യൂസ് ദിസ് റിസൾട്ട്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ടി എക്സ് n ടെൻസ് ടു ടി എക്സ് നോട്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടി എക്സ് n ടി എക്സ് നോട്ട് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് എ നാച്ചുറൽ നമ്പർ n സച്ച് ദാറ്റ് ഡി എക്സ് n ടി എക്സ് നോട്ട് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടി എക്സ് n ആൻഡ് ടി എക്സ് നോട്ട് ലെസ് ദാൻ എപ്സിലോൺ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്കറിയാം ഡി എക്സ് n ഡി എക്സ് നോട്ട് ലെസ് ദാൻ ഡെൽറ്റ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടി എക്സ് ആൻഡ് ടി എക്സ് നോട്ട് ഇസ് ലെസ് ദാൻ എപ്സിലോൺ. സിൻസ് ദിസ് ഇസ് ദ അസംഷൻ വി ഹാവ്. ഓൾറെഡി നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട് ടി കണ്ടിന്യൂസ് ആണെന്നുള്ളത്. ടി കണ്ടിന്യൂസ് ആണെങ്കിൽ ഇത് സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് അസ്യൂം ചെയ്തിട്ടുണ്ട്. അപ്പം എക്സ് n ടെൻസ് ടു എക്സ് നോട്ട് ആണെന്ന് അസ്യൂം ചെയ്തുകൊണ്ട് ഇത് സാറ്റിസ്ഫൈ ചെയ്യും. ഇത് സാറ്റിസ്ഫൈ ചെയ്യുമ്പം ഇത് സാറ്റിസ്ഫൈ ചെയ്യും എന്നുള്ളതാണ് കണ്ടിന്യൂറ്റിയിൽ നിന്ന് കിട്ടുന്നത്. സോ ഓട്ടോമാറ്റിക്കലി വി ഹാവ് ബൈ ദ കണ്ടിന്യൂറ്റി ഓഫ് ടി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടി എക്സ് n ആൻഡ് ടി എക്സ് നോട്ട് ഈസ് ലെസ് ദാൻ എപ്സിലോൺ. അപ്പോൾ വൺ സൈഡ് പ്രൂവ് ചെയ്തു. വൺ സൈഡ് എന്തായിരുന്നു? ടി കണ്ടിന്യൂസ് ആണെങ്കിൽ ഇംപ്ലൈസ് ഇഫ് എക്സ് n ടെൻസ് ടു എക്സ് നോട്ട് ദെൻ ടി എക്സ് n ടെൻസ് ടു ടി എക്സ് നോട്ട് എന്നുള്ളത് പ്രൂവ് ചെയ്തു. ഇനി റിവേഴ്സ് ഡയറക്ഷനിലുള്ള എന്താണ്? അസ്യൂം ദാറ്റ് എക്സ് n ടെൻസ് ടു എക്സ് നോട്ടും ആണ്. എക്സ് നോട്ട് ആകുമ്പോഴെല്ലാം ടി എക്സ് n ടെൻസ് ടു ടി എക്സ് നോട്ട് ആവുന്നുണ്ട്. എക്സ് n എന്ന സീക്വൻസ് എക്സ് നോട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്തെല്ലാം ടി എക്സ് n എന്നുള്ള സീക്വൻസ് ടി എക്സ് നോട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു എന്ന് അസ്യൂം ചെയ്തു. ഇനി പ്രൂവ് ചെയ്യേണ്ടത് ടി കണ്ടിന്യൂസ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ പ്രൂവ് ചെയ്യുന്നതിന് പകരം ടി കണ്ടിന്യൂസ് അല്ല എന്ന് അസ്യൂം ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും ഒരു കോൺട്രഡിക്ഷൻ കിട്ടിയാൽ മതി. അപ്പോൾ നമ്മുടെ അസംഷൻ തെറ്റാണ്. അപ്പോൾ ടി കണ്ടിന്യൂസ് അസ്യൂം ചെയ്യുന്നതിന് പകരം സപ്പോസ് ദിസ് ഈസ് ഫോൾസ്, ടി കണ്ടിന്യൂസ് അല്ല എന്ന് അസ്യൂം ചെയ്യുക. ടി കണ്ടിന്യൂസ് അല്ല എന്ന് അസ്യൂം ചെയ്യുമ്പോൾ സം കോൺട്രഡിക്ഷൻ നമുക്ക് കിട്ടും. അതെങ്ങനെയാണെന്ന് നോക്കുക. കണ്ടിന്യൂസ് അല്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കണ്ടിന്യൂസ് ആവാനുള്ള കണ്ടീഷൻ ഫോർ എവറി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് ഇഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ് n ആൻഡ് എക്സ് നോട്ട് ലെസ് ദാൻ ഡെൽറ്റ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടി എക്സ് n ആൻഡ് ടി എക്സ് നോട്ട് ലെസ് ദാൻ എപ്സിലോൺ എന്നുള്ളതാണ്. അപ്പോൾ ഇത് ട്രൂ അല്ല എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ്, ഇതിൻ്റെ ഓപ്പോസിറ്റ് നടക്കണം, കോൺവേഴ്സ്.
അതായത് ഫോർ എവ്രി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 എന്നുള്ളത് തെറ്റാണ്. ഓക്കെ, അതിനർത്ഥം ഒരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എങ്കിലും ഉണ്ടാവും, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡെൽറ്റ എക്സിസ്റ്റ് ചെയ്യാത്തത്. ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഡെൽറ്റ എക്സിസ്റ്റ് ചെയ്യാത്തത്. എന്താണിത് സാറ്റിസ്ഫൈ ചെയ്യാണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് എക്സ് നോട്ട് ഡെൽറ്റ ലെസ് ദാൻ ഡെൽറ്റ ആയിട്ട് പോലും ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടി എക്സ് എൻ ആൻഡ് ടി എക്സ് നോട്ട് ലെസ് ദാൻ എപ്സിലോൺ ആവാണ്ടിരിക്കുക. അതാണ് അതിൻ്റെ വയലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം വി ആർ അസ്യൂമിങ് ദാറ്റ് ദിസ് ഇസ് ഫോൾസ്, അതായത് ടി കണ്ടിന്യൂസ് അല്ല എന്ന് വിചാരിക്കുന്നു. സോ ദർ എക്സിസ്റ്റ് ആൻഡ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ഫോർ ഓൾ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എന്നുള്ളതിന് പകരം തിരിച്ചു വരും. ആൻഡ് ഫോർ എവ്രി ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് x naught, there is an x naught equal to x naught satisfying distance between x and x naught less than delta ആയിട്ട് പോലും ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടി എക്സ് ആൻഡ് ടി എക്സ് നോട്ട് ലെസ് ദാൻ എപ്സിലോൺ വരാത്തത്. ലെസ് ദാൻ എപ്സിലോൺ വരാണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ വരുന്ന രീതിയിൽ വി ക്യാൻ ഫൈൻഡ് ആൻ എപ്സിലോൺ എന്നാണ് പറയുന്നത്. അപ്പം ദർ എക്സിസ്റ്റ് ആൻ എപ്സിലോൺ എന്ന് പറഞ്ഞല്ലോ. ദിസ് ഇസ് ട്രൂ ഫോർ എനി എപ്സിലോൺ ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ ഡെൽറ്റ ഈക്വൽ ടു 1/n കൊടുത്താലും ഇത് ട്രൂ ആവും. ഡെൽറ്റ ഈക്വൽ ടു 1-നും ട്രൂ ആവും, 2-നും ട്രൂ ആവും, ഏത് നമ്പറിനും ട്രൂ ആവും. അപ്പോൾ 1/2 1/3 ഇങ്ങനെയുള്ള നമ്പേഴ്സിനും ട്രൂ ആവും. അപ്പോൾ ആദ്യം 1/1-ന് ട്രൂ ആവുമ്പോൾ നമുക്ക് അവിടെ നിന്നൊരു x1 കിട്ടും. ദർ ഈസ് ആൻ x1 സാറ്റിസ്ഫൈ. അപ്പം 1/n-ന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് അവിടെ നിന്നൊരു xn കിട്ടുന്നുണ്ട്. അപ്പോൾ ഡെൽറ്റ ഈക്വൽ ടു 1/1-ന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു x1 കിട്ടും. ഡെൽറ്റ ഈക്വൽ ടു 1/2-ന് കറസ്പോണ്ടിങ് ആയിട്ടൊരു x2 കിട്ടും. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടി എക്സ് എൻ ആൻഡ് ടി എക്സ് നോട്ട് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ. ഈവൻ ഇഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ് എൻ ആൻഡ് എക്സ് നോട്ട് ഈസ് ലെസ് ദാൻ 1/n, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടി എക്സ് എൻ ആൻഡ് ടി എക്സ് നോട്ട് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ആവുന്ന രീതിയിൽ x1 x2 എക്സെട്ര xn ഒരു സീക്വൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മൾ അസ്യൂം ചെയ്തത് എന്തായിരുന്നു? അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നൊരു കാര്യം xn ടെൻസ് ടു x നോട്ട് ആയിട്ട് പോലും ടി എക്സ് എൻ ഡസ് നോട്ട് കൺവേർജ് ടു ടി എക്സ് നോട്ട്. അതിനർത്ഥം ടി എക്സ് നോട്ടിൻ്റെ സെൻറ്ററായിട്ടൊരു സർക്കിൾ വരച്ചാൽ അതിൻ്റെ അകത്ത് എപ്സിലോൺ നൈബർഹുഡ് വരച്ചാൽ അതിൻ്റെ അകത്തില്ലാത്ത ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് പോയിൻറ്റ്സ് നമുക്ക് കണ്ടെത്താം. അതായത് ഈ x1 x2 എക്സെട്ര ഈ എക്സെൻസിനെല്ലാം പ്രത്യേകത അത് ടി എക്സ് നോട്ടുമായിട്ടുള്ള ഡിസ്റ്റൻസ് ടി എക്സ്1 ടി എക്സ്2 ടി എക്സ്3 എക്സെട്ര എല്ലാത്തിൻ്റെയും പ്രത്യേകത അത് ടി എക്സ് നോട്ടുമായിട്ടുള്ള ഡിസ്റ്റൻസ് ഗ്രേറ്റർ ദാൻ എപ്സിലോൺ ആണ്. അതിനർത്ഥം ഈ ഒരു എപ്സിലോൺ നൈബർഹുഡിൽ അത് ഉൾപ്പെടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എപ്സിലോൺ നൈബർഹുഡിൽ ഉൾപ്പെടാത്ത രീതിയിൽ ഒരുപാട് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് വരും. അപ്പം ടി എക്സ് എൻ കൺവേർജ് ടു ടി എക്സ് നോട്ട് എന്നുള്ളതിന് കോൺട്രഡിക്ഷനാണ് വരുന്നത്. എപ്പോഴാണ് ഒരു സീക്വൻസ് ഒരു നമ്പറിലേക്ക് കൺവേർജ് ചെയ്യുന്നത്? ആ നമ്പർ ടി എക്സ് എന്നിലോട്ട് കൺവേർജ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏതൊരു നൈബർഹുഡ് എടുത്തു കഴിഞ്ഞാലും വിത്തിൻ ആൻ നൈബർഹുഡ് ആയിരിക്കണം ആ സീക്വൻസിൻ്റെ ഓൾ ബട്ട് ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ്. അതിൻ്റെ പുറത്ത് ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസേ കാണാൻ കഴിയുള്ളൂ, ബാക്കിയെല്ലാം അതിൻ്റെ അകത്തായിരിക്കണം ഒരു നൈബർഹുഡ് എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ ടി എക്സ് നോട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു നൈബർഹുഡിൽ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് പോയിൻറ്റ്സ് വരുന്നില്ല, അതിൻ്റെ അകത്ത് വരുന്നില്ല എന്നുള്ള രീതിയിലാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. x1 വരുന്നില്ല, ടി എക്സ്1 വരുന്നില്ല, ടി എക്സ്2 വരുന്നില്ല, അങ്ങനെയുള്ള ഒരു നമ്പേഴ്സും വരുന്നില്ല. സോ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സച്ച് ടേംസ് ആർ ഔട്ട്സൈഡ് ദാറ്റ് എപ്സിലോൺ നൈബർഹുഡ്. ഹെൻസ് ടി എക്സ് എൻ കൺവേർജസ് ടു ടി എക്സ് നോട്ട് എന്നുള്ളതിന് ഒരു കോൺട്രഡിക്ഷനാണ്. നമ്മുടെ അസംഷൻ അതായിരുന്നു എക്സ് എൻ എക്സ് നോട്ടിലേക്ക് കൺവേർജ് ചെയ്യുന്ന സമയത്തെല്ലാം ടി എക്സ് എൻ ടി എക്സ് നോട്ടിലേക്ക് കൺവേർജ് ചെയ്യും എന്നുള്ള അസംഷനിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ആ അസംഷന് ഒരു കോൺട്രഡിക്ഷൻ കിട്ടി, അത് തെറ്റാണെന്നാണ് പറയുന്നത്. അസംഷൻ തെറ്റാണെന്നുള്ളതാണ് പറയുന്നത്. സോ ദിസ് കോൺട്രഡിക്ട്സ് ടി എക്സ് എൻ ടെൻസ് ടു ടി എക്സ് നോട്ട്. ആ കോൺട്രഡിക്ഷൻ വന്നതുകൊണ്ട് നമ്മളിവിടെ എടുത്തിരുന്ന അസംഷൻ തെറ്റാണ്. അതായത് ടി ഈസ് കണ്ടിന്യൂസ് അല്ല എന്ന് അസ്യൂം ചെയ്തില്ലേ, അത് ഫോൾസ് ആണ്. ദെയർഫോർ ടി മസ്റ്റ് ബി കണ്ടിന്യൂസ്. ദിസ് കൈൻഡ് ഓഫ് പ്രൂഫിനാണ് പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ എന്ന് പറയാം.
അത് ഒന്ന് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ഒന്ന് ചെയ്ത് നോക്കണം. അതെല്ലാം ഒന്ന് എഴുതി നോക്കണം കേട്ടോ. പ്രൂഫ് എല്ലാം ഇങ്ങനെ വായിച്ച് പോകേണ്ട കാര്യമല്ല, പ്രൂഫുകൾ എഴുതി പഠിക്കേണ്ടതാണ്.